ഇന്നലെ മുതൽ മലപ്പുറം വെട്ടച്ചിറയിൽ ടോൾ പ്ലാസയിൽ നടന്ന സംഭവത്തിനെക്കുറിച്ച് ഇങ്ങനെ വീഡിയോ നടക്കുന്നുണ്ട്. ആ ടോൾ പ്ലാസയിൽ നിൽക്കുന്ന ഹിന്ദിക്കാരനാണ് ഇരുമ്പ് വടി ഉപയോഗിച്ച് കാറിൻ്റെ ബാക്ക് സൈഡ് ഗ്ലാസും ഡോറിൻ്റെ സൈഡിലും ലൈറ്റും ഒക്കെ തല്ലിപ്പൊട്ടിക്കുന്നു. നമ്മൾ ഓർക്കണം, ഒരാളൊരു കാർ എടുക്കുമ്പോൾ, നമ്മളൊക്കെ ഒരു കാർ എടുക്കുമ്പോൾ അതിന് എത്രത്തോളം നമ്മൾ ബുദ്ധിമുട്ടി നമ്മളുടെ ഇഷ്ടപ്രകാരം നമ്മളുടെ ഒരു ചിരകാല അഭിലാഷം, നമ്മുടെ ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടി നമ്മൾ വളരെ കഷ്ടപ്പെട്ട് 10-15 ലക്ഷം രൂപ കൊടുത്താണ് നമ്മളൊരു കാർ വാങ്ങുന്നത്. അപ്പോൾ ആ കാർ വാങ്ങി നമ്മൾ റോഡിൽ കൂടെ നമ്മൾ ടാക്സ് എല്ലാം അടിച്ച്, റോഡ് ടാക്സും എല്ലാം അടിച്ച്, ഇൻഷുറൻസും എല്ലാം ചെയ്തിട്ടാണ് നമ്മൾ കാറിൽ പോകുന്നത്. പിന്നെ ഫാസ്റ്റാഗ് ചിലപ്പം തീർന്നു പോയി കാണും. ചിലവർക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ലായിരിക്കും, അതെങ്ങനെ ആക്ടിവേറ്റ് അതിനെക്കുറിച്ച് അറിയത്തില്ലായിരിക്കും. അത് കാരണം ബുദ്ധിമുട്ടുണ്ടാകില്ലെന്ന് പറയുന്നില്ല. അപ്പോൾ അത് പോകുമ്പോൾ, വണ്ടി ഇങ്ങനെ പോകുമ്പോൾ, ടോൾ പ്ലാസ കൂടെ പോകുമ്പോൾ അതെന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ അവിടെ നിൽക്കുന്നവർ സമാധാനപരമായിട്ട് അവരിൽ നിന്ന് കാശ് വാങ്ങുകയോ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയോ ചെയ്തിട്ട് ഒരു അനുരഞ്ജന ശ്രമത്തിൽ കൂടെ, സമാധാനമായ രീതിയിൽ കൂടെ നമ്മൾ ആ പൈസ വാങ്ങിയെടുക്കുകയാണ് ശ്രമിക്കേണ്ടത്. അതിന് പകരം ഗുണ്ടായിസമല്ല കാണിക്കേണ്ടത്. ആ കാറിനെ തല്ലി അടിക്കുകയും, അപ്പോൾ എത്രത്തോളം ഗുണ്ടായിസമാണ് അവർ കാണിക്കുന്നത്. വെളിനാട്ടിൽ നിന്ന് വന്ന് നമ്മുടെ നാട്ടിൽ വന്നിട്ട് കാണിക്കുന്ന തോന്നിവാസം, അത് തെറ്റാണ്. ആ പ്രവണത നമ്മൾ ആരും അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല. അതിന് നിയമ നടപടികൾ ചെയ്തേ പറ്റത്തുള്ളൂ. ഞങ്ങളൊക്കെ വെളിനാട്ടിൽ പോയി ജീവിക്കുന്ന ആളുകളാണ്. സമാധാനപരമായി ഒരു പ്രശ്നവും ഇല്ലാതൊക്കെയാണ് ഞങ്ങൾ വെളിയിൽ പോയി ജീവിക്കുന്നത്, വെളിനാടുകളിൽ ജീവിക്കുന്നത്, അതർ സംസ്ഥാനത്ത്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ആരുമില്ല. കേരളത്തിലുള്ള ആളുകൾ അന്യ രാജ്യങ്ങളിലും അന്യ സ്റ്റേറ്റിലും പോയി ജീവിക്കുകയാണ്. വളരെ കുറച്ച് ആളുകൾ മാത്രമേ കേരളത്തിലുള്ളൂ. അപ്പോൾ എല്ലാം അറിയുന്ന വ്യക്തികളൊന്നുമല്ല കേരളത്തിലുള്ളവരെല്ലാം. അറിവ് വേണം, ബോധം വേണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അറിവും വിദ്യാഭ്യാസവും കുറവുള്ള ആളുകളുണ്ട്. എങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, ഇപ്പോഴെല്ലാം ഇൻ്റർനെറ്റ് വഴി ആയതുകൊണ്ട് എല്ലാം എങ്ങനെ ചെയ്യണമെന്നും ആർക്കും അറിയത്തില്ല. അപ്പോൾ നമ്മളൊക്കെ വെളിനാട്ടിൽ പോയി കഴിഞ്ഞ് ഇങ്ങനെ ഗുണ്ടായിസം കാണിച്ചു കഴിഞ്ഞാൽ അവരിട്ട് ശരിക്കും പഞ്ഞിക്കിടും നമ്മളെയൊക്കെ. ഞങ്ങളൊക്കെ അടങ്ങി ഒതുങ്ങി തന്നെയാണ് ജീവിക്കുന്നത്. കേരളത്തിന് വെളിയിൽ പോയി ജീവിക്കുന്ന ആളുകൾ എല്ലാവരും തന്നെയാണ് അങ്ങനെയാണ് ജീവിക്കുന്നത്. പക്ഷേ കേരളത്തിൽ വന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അതിനെതിരെ നിയമ നടപടികൾ തന്നെ വേണം എടുക്കാൻ. കാര്യം ഇത് ആവർത്തിച്ചു കൊടുക്കാൻ പാടില്ല. ഇത് സ്ഥിരം അവിടെ നടക്കുന്ന ഗുണ്ടാ പരിപാടിയാണെന്ന് പറയുന്നു. അപ്പോൾ ഇതിനൊക്കെ ആരാണ് വളം വെച്ച് കൊടുക്കുന്നത്, ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഈ കാറിനകത്ത് ഇരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർ ഉത്തരവാദിത്തം പറയാം. കാറ് തല്ലിപ്പൊട്ടിച്ചാൽ ഇവർ ഉത്തരവാദിത്തം പറയുക. അവർ പുതിയ കാറ് വാങ്ങിച്ച് കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ എത്രത്തോളം അന്യായമാണ് ഈ കേരളത്തിൽ നടക്കുന്നത്. നമ്മൾ തെറ്റുകളുണ്ടെങ്കിൽ, ഇപ്പോൾ ഇങ്ങനെ ഈ ടോൾ പാസലൊക്കെ വർക്കിലോട് കൂടുതലാണ്. അവിടെ നിൽക്കുന്നവർക്ക് വളരെ പേഷ്യൻസ് ഉണ്ടായിരിക്കണം. കാര്യം സമാധാനപരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഓരോ കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടത്തിക്കൊണ്ട് പോകാനാണ് നോക്കേണ്ടത്. അല്ലാതെ ഇങ്ങനെ വരുന്ന ആളുകളെ കട്ടപ്പാര കൊണ്ട്, ഇരുമ്പ് ദണ്ട് കൊണ്ടൊക്കെ അടിക്കുക എന്നുള്ളതല്ല അതിൻ്റെ മര്യാദ. അപ്പോൾ ഒരാളിൻ്റെ ജീവനും സ്വത്തിനും എന്ത് സംരക്ഷണമാണ് നമ്മുടെ നാട്ടിലുള്ളത്. ആ കാറ് 10 ലക്ഷം രൂപ മിനിമം ആയിക്കാണ് ആ കാറിൻ്റെ വില. ആ കാറിന് ഇവന്മാർ പുതിയ കാർ മേടിച്ചു കൊടുക്കുക. കാർ മേടിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. ആ കാറിനകത്ത് ഇരുന്ന ആളുകൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിരുന്നെങ്കിൽ, ഒരു ജീവൻ നഷ്ടപ്പെട്ടു പോയായിരുന്നെങ്കിൽ ആര് സമാധാനം പറയും? ഇതിനെതിരെ ഗവൺമെൻറ് നിയമ നടപടി സ്വീകരിക്കണം. കാര്യം അത്രയും ഒരു 4-5 പേര് ഉണ്ടായിരിക്കുന്ന ഒരു കാറിലാണ് ഈ അതിക്രമം കാണിച്ചത്. അവിടെ സ്ഥിരം നടത്തുന്ന പരിപാടിയാണെന്നത്. അപ്പോൾ ഈ മലപ്പുറത്ത് വെട്ടച്ചിറയിൽ ഇത് സ്ഥിരം പരിപാടിയാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ കൂടെ നമുക്കറിയാൻ കഴിഞ്ഞത്. ശക്തമായ പ്രതിഷേധം നമ്മൾ ചെയ്തെങ്കിലും ഒരാളിൻ്റെ, അത് നിയമ വഴിയിൽ കൂടെ നീങ്ങിയാൽ തന്നെയും ഒരാളിൻ്റെ സ്വത്തിനും ജീവനും അവിടെ എന്തുവല്ലും സംഭവിച്ചിരുന്നു. ഒരാളുടെ ജീവൻ കാറ് തല്ലിപ്പൊട്ടി ഒക്കെ പരിഹാരം ഉണ്ടാക്കാം. ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ ആരാണ് അതിന് സമാധാനം പറയുന്നത്? അപ്പോൾ അതൊക്കെ നമ്മുടെ കേരളം എപ്പോഴും ഒരു സുരക്ഷിതമായ ഒരു സ്റ്റേറ്റായി മാറുന്നതിന് വേണ്ടി ഭരണകർത്താക്കൾ വളരെയധികം ശ്രമിക്കേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെ ഗുണ്ടാ പരിപാടിയല്ല ചെയ്യേണ്ടത്. കണ്ടിട്ട് തന്നെ എത്ര പേടി തോന്നുന്നു. വലിയ നീളവും വണ്ണമുള്ള ഒരു വ്യക്തി, അവനെ കണ്ടാൽ തന്നെ ഒരു വലിയ ഗുണ്ടയുടെ തൊട്ട് തോന്നുന്നുണ്ട്. വലിയ കമ്പി, ഇരുമ്പ് ദണ്ട് കൊണ്ടുവന്നിട്ട് ആളുകളെ അടിച്ച് കാറിനെ അടിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഒരു കാർ എടുക്കുന്നത്. 10-12 ലക്ഷം രൂപയ്ക്ക് കാർ എടുക്കാൻ നമുക്ക് 10-12 ലക്ഷം രൂപയൊന്നും നമ്മുടെ കയ്യിലെങ്ങും ഉണ്ടായിട്ടല്ല ആരും ഒരു കാർ വാങ്ങുന്നത്. നമ്മളുടെ ആഗ്രഹം, നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്ക് സ്വന്തമായിട്ടൊരു കാർ വേണം, ആ കാറിൽ സഞ്ചരിക്കണമെന്ന ആഗ്രഹം കൊണ്ട് ലോണും എടുത്ത് എങ്ങനെയും ക്യാഷ് ഉണ്ടാക്കി ഒരു കാർ എടുത്ത് ടോൾ പ്ലാസ ചെന്ന് കഴിഞ്ഞ് ടോള് കൊടുത്തില്ല, അല്ല ടോളിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞുകൊണ്ട് അവന്മാരിങ്ങനെ തല്ലി അടിക്കാൻ കെട്ടിക്കഴിഞ്ഞാൽ നമ്മളും പ്രതികരിക്കത്തില്ലെന്ന് പറയാൻ പറ്റുമോ?
ആളുകളും പ്രതികരിക്കും. അവനടിച്ചപ്പോൾ അവരും വന്ന് തിരിച്ചടിച്ച്. അപ്പം നമ്മളപ്പം പറയുന്നവർക്ക് പറയാം, ഒരാളിന് അടി കൊണ്ടു കഴിഞ്ഞാൽ ആരും വെറുതെ ഇരിക്കത്തില്ല. തെറ്റായ കാര്യങ്ങളെ ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കല്. ശക്തമായ നിയമ നടപടികൾ അവനെതിരെ ഇറക്കണം. കാര്യം അയൽ സംസ്ഥാനക്കാരുടെ, ഹിന്ദിക്കാരുടെ ഒരു ഗുണ്ടാ കേന്ദ്രമായി കേരളം മാറുന്നതിന് അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല. നിയമ നടപടികൾ സ്വീകരിച്ചേ പാടുള്ളൂ. അധികാരികൾ വളരെയധികം ശ്രദ്ധിച്ച് വേണ്ട കാര്യങ്ങൾ നടപടി എടുക്കണമെന്ന് താല്പര്യപ്പെടുന്നു.